എല്ലാവർക്കും നമസ്കാരം. വഴിയിലും പറമ്പുകളിലുമൊക്കെ പടർന്നു കിടക്കുന്ന ഒരു ചെടിയായിട്ടാകാം നമ്മൾ പലപ്പോഴും ഞെരിഞ്ഞിലിനെ കണ്ടിട്ടുള്ളത്. എന്നാൽ ആയുർവേദത്തിലെ മരുന്നുകളിലൊന്നായ ഞെരിഞ്ഞിലിന്റെ ഔഷധ ഗുണങ്ങൾ വളരെ വലുതാണ്. പ്രത്യേകിച്ചും വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾക്കും പുരുഷന്മാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇതൊരു ദിവ്യ ഔഷധമാണ്. സംസ്കൃതത്തിൽ ഇതിനെ ഗോഷര എന്ന് വിളിക്കുന്നു. പശുവിന്റെ പാലിന് തുല്യമായ ഗുണങ്ങൾ നൽകുന്ന ഒന്നായതുകൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത്. ഇതിന്റെ ഇലയും വേരും കായും ഔഷധയോഗ്യമാണ്. ഞെരിഞ്ഞിൽ പ്രധാനമായും എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ സഹായിക്കുന്നത് എന്ന് നോക്കാം. വൃക്കയിലെ കല്ലുകളെ അലിയിച്ച് കളയാനും മൂത്രത്തിലൂടെ പുറന്തള്ളാനും ഇതിന് പ്രത്യേക കഴിവുണ്ട്. മൂത്രത്തിലുണ്ടാകുന്ന പുകച്ചിൽ, അണുബാധ എന്നിവ മാറ്റാൻ ഇത് സഹായിക്കുന്നു. കായികാധ്വാനം ചെയ്യുന്നവർക്ക് പ്രകൃതിദത്തമായ രീതിയിൽ തന്നെ പേശികളെ ശക്തിപ്പെടുത്താൻ ഞെരിഞ്ഞിൽ ഗുണകരമാണ്. BP കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. ഉണങ്ങിയ ഞെരിഞ്ഞിലിന്റെ കായ 10 ഗ്രാം എടുത്ത് 2 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. ഇത് 1 ഗ്ലാസ്സായി വറ്റിച്ച ശേഷം അരിച്ചെടുത്ത് ദിവസവും രാവിലെയും വൈകുന്നേരവും കുടിക്കുക. ഇത് കല്ലുകളെ സാവധാനം അലിയിച്ചു കളയാൻ സഹായിക്കും. മൂത്രതടസ്സവും പുകച്ചിലും മാറാൻ ഫ്രഷായ ഞെരിഞ്ഞിലിന്റെ ചെടി വേരോടെ അരച്ച് നീരെടുക്കുക. ഇതിൽ അല്പം ഇളനീർ വെള്ളം ചേർത്ത് കഴിക്കുന്നത് മൂത്രതടസ്സം മാറാനും ശരീരം തണുപ്പിക്കാനും സഹായിക്കും. ശാരീരിക ബലത്തിന് ഞെരിഞ്ഞിൽ പൊടി 1/2 ടീസ്പൂൺ എടുത്ത് 1 ഗ്ലാസ് ചൂട് പാലിൽ ചേർത്ത് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കുടിക്കുക. ഇത് പേശികൾക്ക് ബലം നൽകുകയും ക്ഷീണം മാറ്റുകയും ചെയ്യും. ഞെരിഞ്ഞിലും തഴുതാമയും തുല്യ അളവിലെടുത്ത് കഷായം വെച്ച് കുടിക്കുക. ഇത് ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന അമിതമായ ജലം പുറന്തള്ളാനും നീർക്കെട്ട് കുറയ്ക്കാനും സഹായിക്കും. ഞെരിഞ്ഞിലിന്റെ ഇലകൾ കൊണ്ട് ചായ തയ്യാറാക്കി കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും വൃക്കയെ പ്രമേഹത്തിന്റെ ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാനും സഹായിക്കും.